الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തു ഹൂദാണ് ആരംഭിക്കാനുള്ളത്. ഹൂദ് എന്നത് ഒരു നബിയുടെ പേരാണ് നമുക്കറിയാം. ഹൂദ് അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ജനത ആദ് വിഭാഗം. അവർ ഇന്ന് സൗദി അറേബ്യയിലും യമനിലും ഒമാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന അർ-റുബുഉൽ ഖാലി എന്ന മരുഭൂമിയിൽ, അതിവിസ്തൃതമായ മരുഭൂമിയിൽ അൽ അഹ്ഖാഫ് എന്ന പ്രദേശത്ത് വസിച്ചിരുന്നവരാണ്. ആര്? ആദ് വിഭാഗം. ഇറമദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞില്ല. ഇറം എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാമയുടെ പേരക്കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ നിന്നുള്ളത് ആയതുകൊണ്ടാണ് ഇറമദാത്തിൽ ഇമാദ്. ഇറം. അപ്പോൾ ഒരു പ്രവാചകൻ്റെ പേരിൽ കൂടിയുള്ള സൂറയാണ് നമ്മൾ കഴിഞ്ഞ സൂറ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ പേരിൽ. ഇത് ഹൂദ് നബി അലൈഹിസ്സലാമയുടെ പേരിലുള്ള സൂറയാണ്. ഈ സൂറയിൽ ഹൂദ് നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചും അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയെ സംബന്ധിച്ചും അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചു, മൂസാ നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചു, മദിയൻ നിവാസികളെ സംബന്ധിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. പണ്ഡിതന്മാർ ഈ സൂറക്ക് യൂനുസിൻ്റെ സഹോദര സൂറ, യൂനുസ് സൂറയുടെ സഹോദര സൂറയാണ് ഹൂദ് എന്ന് പറയാറുണ്ട്. മിക്കവാറും ഒരേ സമയത്ത് ഇറങ്ങിയതാണ്, ഒരേ കാലത്ത് ഇറങ്ങിയതാണ്. എന്നാൽ ഇത് തമ്മിലുള്ള പ്രകടമായ ഒരു വ്യത്യാസം, ഇതിൽ രണ്ടിലും തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ എടുത്തു പറയുന്നത്, സൂറത്ത് യൂനുസിൽ കാര്യങ്ങളൊക്കെ ഒരു ഉത്ബോധന സ്വരത്തിൽ, ഒരു ഉപദേശ സ്വരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സൂറത്ത് ഹൂദിൽ അല്പം കർക്കശമായ വിധത്തിൽ ഭീഷണിയുടെയും താക്കീതിൻ്റെയും സ്വരം കൂടുതലായി തെളിഞ്ഞു കാണുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. യൂനുസിൽ ഉപദേശത്തിൻ്റെ രൂപത്തിൽ, ഗുണകാംക്ഷയുടെ രൂപത്തിൽ, ഉത്ബോധനത്തിൻ്റെ വിധത്തിൽ പറയുമ്പോൾ ഈ സൂറയിൽ ഭീഷണിയും താക്കീതും തെളിഞ്ഞു കാണുന്നു. അതോടൊപ്പം മക്ക ജീവിതത്തിൻ്റെ പകുതിക്ക് ശേഷം, ഏകദേശം പകുതിയുടെ ഒരു 3/4 കഴിയുന്ന സമയത്തൊക്കെയാണ് ഇതിൻ്റെ അവതരണം. ആ കാലത്ത് മക്കയുടെ അവസ്ഥ എന്താണ്? എതിർപ്പ് അതികഠിനമായി, അതിരൂക്ഷമായിരിക്കുന്ന സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിരോധം അതിശക്തമായിരിക്കും. നമ്മൾ പറയാറില്ലേ, കലക്കി കൊടുത്താൽ കുടിക്കുന്നതില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇന്നങ്ങോട്ട് കലക്കി കൊടുത്താൽ കുടിക്കാൾ ദേഷ്യമുണ്ട് ഒരുക്കുന്നു എന്ന മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലായ്മ ചെയ്യാനുള്ളതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെയുള്ള ആസൂത്രണ സമയത്ത് അള്ളാഹു ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഒട്ടും വഴങ്ങരുത്, ഒട്ടും വഴങ്ങരുത്. അവരുടെ ഈ വിരോധവും വെറുപ്പും കൊണ്ടവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കളുടെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. അതുകൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചപ്പോൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, അങ്ങ് നിരക്കൽ തുടങ്ങിക്കണം കേട്ടോ, അങ്ങ് നിരക്കൽ തുടങ്ങിക്കണം. അവർ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, അടുത്ത ചങ്ങാതിമാരാണ്.
അങ്ങേക്ക് നര ബാധിച്ചു തുടങ്ങിയല്ലോ അള്ളാഹുവിൻ്റെ റസൂല് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാരണം എന്താ അറിയോ? ഷയ്യബത്തിനി ഹൂദുൻ, സൂറത്ത് ഹൂദാണ് കാരണം. സൂറത്ത് ഹൂദാണ് കാരണം. അത്രയും കർക്കശമായിട്ടാണ് എനിക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. പിന്നെ അൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ, അതിലും അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ ശക്തമായ താക്കീതുകളും നിർദ്ദേശങ്ങളും. പിന്നെ വൽ മുർസലാത്തു വഅമ്മ യതസഅലൂൻ വഇദ ശംസു കുവ്വിറത്, ഇങ്ങനെയുള്ള ഈ സൂറകളെ അതുകൊണ്ടൊക്കെ ഞാൻ നേർച്ചത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത്രയും അല്ലേ, ശരീരത്തിന് നരബാധിക്കുമാറ് കഠിനമായ താക്കീത്, കണിശമായ നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ അത് പാലിക്കണമെന്നും അതിലേക്ക് ജനങ്ങളെ വിളിക്കണമെന്നും. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ബേജാറുണ്ട്, വെപ്രാളമുണ്ട്. ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ലം യുമിനു ബിഹാദിൽ ഹദീസി അസഫ. പല പദത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്കളെ നശിപ്പിക്കുമോ എന്ന് തോന്നിപ്പിക്കുമാറാണ് താങ്കളുടെ ആശങ്ക. അപ്പോൾ സൂറത്ത് ഹൂദ് വളരെ ഗൗരവമുള്ള സൂറയാണ്. ആ ഗൗരവത്തോടു കൂടി തന്നെ നമ്മളതിനെ പഠിക്കണം. ആ ഗൗരവത്തോടു കൂടി തന്നെ നമ്മളതിനെ സമീപിക്കണം. അള്ളാഹുവിൻ്റെ ഇതിൽ പറയുന്ന കാര്യം ഇതാണ്, അള്ളാഹുവിൻ്റെ അന്തിമമായ തീരുമാനം അതൊരിക്കലും ദാക്ഷിണ്യമില്ലാത്തതായിരിക്കും, കടുത്തതായിരിക്കും. ആരെയാണത് ബാധിക്കുക? അവരുടെ സ്ഥാനം എന്താണ്? അവരുടെ സ്വാധീനം എത്രയാണ്? അവരുടെ അധികാരം എന്തുണ്ട്? അവർ രാജാക്കളാണോ? അവർ പ്രജകളാണോ? അവരൊരുപാടുണ്ടോ? ഇതൊന്നും പരിഗണിച്ചുകൊണ്ടല്ല അല്ലാഹു തആലയുടെ അന്തിമ തീരുമാനം ഉണ്ടാകുക. അള്ളാഹുവിൻ്റെ അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ വിശ്വാസികളെ അള്ളാഹു അവിടുന്ന് രക്ഷപ്പെടുത്തും. ഹൂദ് നബി അലൈഹി സ്വലാമിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഏതാനും വിശ്വാസികളെയും അള്ളാഹു അവർ താമസിച്ചിരുന്ന പ്രദേശത്തു നിന്ന്, അഹ്ഖാഫ് പ്രദേശത്തു നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങി മഴയും കൊടുങ്കാറ്റും. 7 രാത്രിയും 8 പകലും വീശിയടിച്ച കൊടുങ്കാറ്റ്. ഒരു കൊടുങ്കാറ്റ് 1 മിനിറ്റ് നീണ്ടു നിന്നാൽ അറിയാം അതിൻ്റെ ഭവിഷ്യത്ത് എത്രയെന്ന്. 1 മിനിറ്റ് അപ്രതീക്ഷിതമായൊരു ചെറിയ കാറ്റുണ്ടായ അറിയാം നമ്മുടെയൊക്കെ നിസ്സഹായത. കറണ്ട് ഇല്ലാതാവുന്നതും, പോസ്റ്റുകൾ വീണതും, മരം മറിയുന്നതും, വീട് തകരുന്നതും, അതിലിടിഞ്ഞു വീഴുന്നതും, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും. അപ്പോൾ എങ്ങനെ ഉണ്ടാകും? 8 ദിവസം നീണ്ടു നിന്നാൽ. അങ്ങനെയാണ് അല്ലാഹു തആല അവരെ നശിപ്പിച്ചു കളഞ്ഞത് എന്നാണ് പല സൂറകളിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക. റിയഹുൻ സർസർ അല്ലേ? റിയഹുൻ സർസർ എന്നാണ്. ശരശര, അതിശൈത്യം, കടുത്ത തണുപ്പ്, അതോടൊപ്പം ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന കൊടുങ്കാറ്റിൻ്റെ ശബ്ദം നമുക്കറിയാലോ. നമുക്കൊക്കെ ചിലപ്പോൾ അര സെക്കൻഡൊക്കെ ചില കാറ്റാണ് പോണ് കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോയി. അപ്പോൾ കാറ്റൊക്കെ ഇനി മഴക്കാനാണ്. കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹിനോട് കാവലിനെ ചോദിച്ചോണ്ടി കേട്ടോ. അറബി അറിയാമെങ്കിൽ മലയാളത്തിൽ ചോദിച്ചാൽ മതി. അള്ളാഹ് അപകടം ഉണ്ടാക്കാത്ത കാറ്റ്, അള്ളാഹ് ദോഷം ഉണ്ടാക്കാത്ത മഴ, കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ. ഈ കാറ്റുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് നന്മയാണെങ്കിൽ അത് ഞങ്ങൾക്ക് തരണം. അല്ല, ഇത് ദോഷവും അപകടവുമാണെങ്കിൽ അതിൽ നിന്ന് ഞങ്ങളെ കാക്കണം. അങ്ങനെയൊക്കെ മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും മതി, അറബി അറിയില്ലെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റടിക്കുമ്പോൾ അസ്വസ്ഥനാകുമായിരുന്നു എന്നാണ് പേടി. അതാണേ, മറ്റേ കാറ്റാകുമെന്ന്. ഏത് ആദിനെ നശിപ്പിച്ച കാറ്റാകുമെന്ന് പേടി അദ്ദേഹത്തിന്. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തും അസ്വസ്ഥനാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ കാര്യം നമ്മൾ ഓർമ്മിക്കുക. ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ജനതയായ ആദ്, ആ ചരിത്രം നമ്മളെ ഉണർത്താൻ കൂടിയാണ് ഈ സൂറത്ത് ഹൂദ് എന്ന പേര് വെച്ചിട്ടുള്ളത്. BC 2000 ആണ്ടിലൊക്കെ നടന്ന സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ താക്കീതുകളും അവൻ്റെ ഭീഷണിയും ഉൾക്കൊണ്ടുകൊണ്ട് സച്ചരിതരായ
അവൻ്റെ വിധേയരായ അടിമകളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ നമ്മെ തുണക്കുമാറാവട്ടെ. ഒരാഴ്ച ഓതിയിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാം. സമയമില്ലെങ്കിൽ നമുക്ക് വിശദീകരണം അടുത്ത ദിവസമാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ കിതാബുൻ വഹികിമത് ആയാതുഹു തുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. കിതാബുൻ വേദം, അല്ലെങ്കിൽ നിയമം, അല്ലെങ്കിൽ പ്രമാണം, അല്ലെങ്കിൽ വിളംബരം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാസന, കൽപ്പന, രേഖ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഈ സൂറ എന്നർത്ഥമുണ്ട്, അല്ല ഈ ഖുർആൻ മുഴുവൻ എന്നർത്ഥമുണ്ട്, അല്ല അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അതിനുള്ള ഖുർആൻ. കിതാബുൻ അലിഫ് ലാം റാ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന് തൊട്ട് മുമ്പ് സൂറത്ത് യൂനുസും തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. അലിഫ് ലാം മീം ആണ് അൽ ബഖറയും ആലു ഇമ്രാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ അലിഫ് ലാം വാ, അല്ലാഹു അഅലം. അതാണ് നമ്മൾ പറയുക. ഒരുപാട് വിശദീകരണങ്ങളൊക്കെ ഉണ്ട്, പല പണ്ഡിതന്മാരും പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവസാനം അല്ലാഹു അഅലം. കിതാബുൻ വേദം, അല്ലെങ്കിൽ സൂറ, അധ്യായം, ഈ സൂറ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം, അള്ളാഹുവിൻ്റെ പ്രമാണം, അള്ളാഹുവിൻ്റെ രേഖ, രാജകൽപ്പന, അങ്ങനെയൊക്കെ അതിനർത്ഥം പറയും. ഉഹക്കിമത്തായാത്തുഹു, അതിലെ വചനങ്ങൾ, അതിലെ ആയാത്തുകൾ ഭദ്രമാക്കപ്പെട്ടതാണ്, സുഭദ്രമാണ് എന്ന് പറഞ്ഞാൽ ആശയപരമായി, പദപരമായി, ഭാഷാപരമായി സംശയത്തിന് പഴുതില്ലാത്ത വണ്ണം ഭദ്രമാണ്. ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്ന് വരും. അതിന് നമുക്ക് ബുദ്ധി അത്രത്തോളം വികസിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി. ഹിക്മത്ത്, ഹിക്മത്തുള്ളത് എന്നും ഒരർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭദ്രമാക്കപ്പെട്ടത്, സംശയത്തിനും ഭേദഗതിക്കും പഴുതില്ലാത്ത വിധം ഉറപ്പിക്കപ്പെട്ടത് എന്നൊക്കെയാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. കിതാബുൻ ഉഹക്കിമത്തായാത്തുഹു, അതിലെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിലെ വചനങ്ങൾ സുഭദ്രമാണ്, ആശയപരമായി സംശയത്തിനോ ആശങ്കകൾക്കോ വകയില്ലാത്ത വണ്ണം ഭദ്രമായ, കൃത്യമായ, കണിശമായ നിർദ്ദേശങ്ങളാണ് എന്നർത്ഥം. സുമ്മ ഫുസ്സിലത്, പിന്നെ അത് വിശദീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മില്ലദുൻ ഹക്കീമിൻ, ഹക്കീമിൻ്റെ അടുക്കൽ നിന്ന്. ആരാണ് ഹക്കീം? അള്ളാഹു. സകലതും അറിയുന്ന, യുക്തി അറിയുന്ന, ഓരോ കാര്യത്തിൻ്റെയും ഉള്ളുകള്ളികൾ അറിയുന്ന അവനാണല്ലോ ഹക്കീം. അവനിൽ നിന്നുള്ള വിശദീകരണം. അപ്പോൾ ഖുർആനിൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാതാവ്, ഒന്നാമതിനെ വിശദീകരിക്കുന്നത് ആരാ? അള്ളാഹ് തന്നെയാണ് അല്ലേ? അതിനെ വിശദീകരിക്കുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാനം അള്ളാഹ് തന്നെ നടത്തുക, അഥവാ ഖുർആനെ വ്യാഖ്യാനിക്കുക ഖുർആൻ തന്നെയാണ് എന്നർത്ഥം. അള്ളാഹ് തന്നെയാണല്ലോ ഖുർആൻ ഇറക്കിയത്. അപ്പോൾ സുമ്മ ഫുസ്സിലത്, അത് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു, അത് വിവരിക്കപ്പെട്ടിരിക്കുന്നു. മില്ലദുൻ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുള്ള പ്രയോഗം. അവനിൽ നിന്നു നേർക്ക് നേരെ വിവരിക്കപ്പെട്ട. ഖബീർ, സൂക്ഷ്മജ്ഞനുമാണ്, ഹക്കീമുമാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും വിജ്ഞാനമുള്ളവൻ എന്നതിനർത്ഥമുണ്ട്. ജ്ഞാനമുള്ളവൻ ഹക്കീം. നമ്മൾ യുനാനി വൈദ്യം പഠിച്ച ആൾക്കാർക്ക് ഹക്കീം എന്ന് പറയുമല്ലോ, ആ കാര്യത്തിൽ അറിവുള്ള ആൾക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹക്കീം, ഡോക്ടർ എന്നോ വൈദ്യർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരും. ഇവിടെ ഹക്കീം എന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ചെറുതും വലുതും മനുഷ്യനുമായി ബന്ധപ്പെട്ടതും ബന്ധപ്പെടാത്തതുമായ ഓരോ കാര്യത്തിൻ്റെയും ഉള്ളുകള്ളികൾ അറിയുന്നവൻ. എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ, നമ്മളറിയാം. എന്തുകൊണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ? അത് എന്തുകൊണ്ട്, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അത് പല കാര്യങ്ങളും ആലോചിച്ചാൽ നമ്മൾ അന്ധാളിച്ചു പോകും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു,
എന്തുകൊണ്ട് അവൻ അങ്ങനെ രോഗിയായി? എന്തുകൊണ്ട് ഇത്രയും വലിയ അക്രമി, ധിക്കാരി, ഭരണാധികാരിയായി? ഹക്കീം, അത് അള്ളാഹ്ക്ക് അറിയുള്ളൂ എന്താണ് ഇതിൻ്റെ ഹിക്മത്ത്. അപ്പം അങ്ങനെയുള്ള ഒരു അള്ളാഹുവിൽ നിന്ന് വിശദീകരിക്കപ്പെട്ട സൂക്തങ്ങളൊക്കെയും ഭദ്രമായ, പരസ്പരം ചേർന്ന് നിൽക്കുന്ന, പരസ്പരം വൈരുദ്ധ്യമില്ലാത്ത, വളരെ സുഭദ്രമായ, പദപരമായോ ഭാഷാപരമായോ സംശയത്തിന് പഴുതില്ലാത്ത, ഭേദഗതിക്ക് വകുപ്പില്ലാത്ത വിധത്തിൽ ഭദ്രമാക്കപ്പെട്ട വചനങ്ങളടങ്ങുന്ന കിതാബ്. അതാണ് ഈ വേദം എന്നർത്ഥം. അങ്ങനെയുള്ള വേദമാണിത് എന്നർത്ഥം. അതാണ് ഖുർആൻ എന്ന സൂചന. കിതാബുൻ ഉഹ്കിമത്, കിതാബുൻ പറഞ്ഞാൽ അൽ കിതാബ് എന്ന് പറഞ്ഞിട്ടില്ല. വേദം എന്നർത്ഥം പറയാം, നിയമം എന്നർത്ഥം പറയാം, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നർത്ഥം പറയാം, പ്രമാണമാണെന്നർത്ഥം പറയാം, രേഖയാണ്. കിതാബുൻ രേഖ, അല്ലെങ്കിൽ പ്രമാണം, വേദം, ഖുർആൻ. ഉഹ്കിമത് ആയാതുഹു, അതിലെ വചനങ്ങൾ ഭദ്രമാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു വചനം ഇളക്കി മാറ്റുവാനോ ഒരു വചനം കൂട്ടിച്ചേർക്കുവാനോ പാടില്ലാത്തതാണ്, പറ്റാത്തതാണ്. അത് ചെയ്താൽ അതിൻ്റെ സൗന്ദര്യം നശിക്കും, അതിൻ്റെ ദൈവികതയിൽ തകരാറ് സംഭവിക്കും. അതുകൊണ്ട് അള്ളാഹു അതിനെ അനുവദിക്കൂല. അങ്ങനെ എവിടെങ്കിലും ഒരായത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഖുർആൻ ഇറങ്ങിയാൽ അള്ളാഹ് സമ്മതിക്കൂല. അള്ളാഹ് അതിനെ അവൻ്റെ മാർഗത്തിലൂടെ നശിപ്പിച്ചിരിക്കും. അവൻ്റെ മാർഗത്തിലൂടെ നശിക്കും. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അത്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, പണ്ട് മലയാളം ഖുർആൻ എന്ന് പറഞ്ഞിട്ടൊരു പരിഭാഷ ഇറങ്ങി. മലയാളം ഖുർആൻ. ഖുർആൻ മലയാളമാണോ? അല്ല, ഖുർആൻ അറബിയല്ലേ. ഖുർആൻ പലവട്ടം പറഞ്ഞിരിക്കണല്ലോ ഖുർആനൻ അറബിയൻ. അതിന് മലയാളം ഖുർആൻ എന്ന് പറയാൻ പാടില്ല. ഖുർആൻ അറബിയാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആനൻ അറബിയൻ. അപ്പം അങ്ങനെ ഒരു പരിഭാഷ ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പണ്ഡിതൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ലേഖനം എഴുതി. ഈ പ്രയോഗം ശരിയല്ല, ഇങ്ങനെ പറയാൻ പാടില്ല. ഖുർആൻ പരിഭാഷയ്ക്ക് മലയാളം ഖുർആൻ എന്ന് പറയാൻ പാടില്ല. അത് ഖുർആൻ്റെ ഏകദേശ പരിഭാഷ ആകുള്ളൂ. അള്ളാഹ് പറഞ്ഞ ആശയങ്ങൾ പൂർണ്ണമായി മലയാളത്തിൽ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയില്ല. എല്ലാ പരിഭാഷകളും അതിൻ്റെ ഏകദേശ പരിഭാഷകളാണ്. അല്ലാതെ അള്ളാഹ് പറഞ്ഞ വാചകത്തിൻ്റെ കൃത്യം പരിഭാഷ മറ്റു ഭാഷകളിൽ നമ്മളെക്കൊണ്ട് പറയാൻ സാധ്യമല്ല. കാരണം അള്ളാഹ് പറഞ്ഞതിൻ്റെ പരിഭാഷയാണ്. അതിൻ്റെ പ്രസാധകർ അത് പിൻവലിച്ചു. ആ പദപ്രയോഗം തന്നെ പിൻവലിച്ചു. എന്നുവെച്ചാൽ അള്ളാഹ് ഇടപെടുകയാണ്. അള്ളാഹ് ഒരു പണ്ഡിതനിലൂടെ ഇടപെടുകയാണ്. ഇങ്ങനെ ഖുർആനിൽ ജൂതന്മാർക്ക് അങ്ങനെ 6666 ആയത്ത് ഖുർആനിൽ നിന്ന് എങ്ങനെ ഉണ്ടായത്? 6666 ഇല്ലല്ലോ, 6236 ആയത്തുള്ളൂ. പിന്നെ എങ്ങനെ ലോകം മുഴുവൻ ഇത് പ്രചരിച്ചത്? ജൂതന്മാർ പ്രചരിപ്പിച്ചു. എവിടെയെങ്കിലും ഒരു ആയത്ത് ഒലവക കൂട്ടിച്ചേർക്കുക, 4 ആയത്ത് കൂട്ടിച്ചേർക്കുക. അത് സാധാരണക്കാർക്ക് അറിയോ? എന്നാൽ അള്ളാഹിൽ ഇടപെടും. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അതിനെ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പിൻവലിക്കും, നശിപ്പിക്കും, ഇല്ലാതെയാക്കും. അങ്ങനെ ഒരു ഖുർആൻ ഇറങ്ങാൻ അള്ളാഹ് സമ്മതിക്കില്ല. അതാണ് ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നമ്മൾ ഇറക്കിയതാണ്, നമ്മൾ സംരക്ഷിക്കും. അത് മനുഷ്യന്മാർക്ക് ഇടപെടാൻ പറ്റൂല. ഇതുവരെ ഇടപെട്ടിട്ട് 1400 കൊല്ലമായല്ലോ, ഒരക്ഷരം മാറ്റിയിട്ടില്ലല്ലോ. ഒരു പുസ്തകം 14 പതിപ്പ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 14 പതിപ്പിലും 14 വാചകം അവിടെ തിരുത്തിയിട്ടുണ്ടാവും, ഇവിടെ തിരുത്തിയിട്ടുണ്ടാവും, അവിടെ വാചകം മാറ്റിയിട്ടുണ്ടാവും, ഇവിടെ ഖണ്ഡിക ഒഴിവാക്കിയിട്ടുണ്ടാവും. അങ്ങനെയല്ല ഇറങ്ങുക. തിരുത്തലോട് കൂടിയ പുതിയ പതിപ്പ് എന്നാണ് പറയുക. ഖുർആനോ ഇല്ല, തിരുത്തില്ല. അതാണ് അള്ളാഹുവിൻ്റെ ആണ്. അപ്പോൾ അതാണ് വഹക്കി കിതാബ് എന്നോട് അർത്ഥം പറഞ്ഞു നിർത്തുക. അലിഫ് ലാം റോ, കിതാബുൻ വേദം, നിയമം, വഹക്കിമത്ത് ആയാതുഹു അതിൻ്റെ വചനങ്ങൾ സുഭദ്രമാക്കപ്പെട്ടിരിക്കുന്നു. സുമ്മ പിന്നെ ഫുസ്സിലത്ത് അത് വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മിൻ ലദുൻ ഹക്കീമിൻ ഖബീർ സൂക്ഷ്മജ്ഞനായ യുക്തിജ്ഞനായവനിൽ നിന്ന്, അഥവാ അള്ളാഹുവിൽ നിന്ന് വിവരിക്കപ്പെടുകയും ചെയ്ത വേദമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും അവൻ തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.